അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 109, 110 എന്നീ രണ്ടായത്തുകളാണ് ഇന്ന് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ അരും പാപികളാണ് അല്ലാ. നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ റമദാനിലെ എല്ലാ നോമ്പുകളും ബാക്കിയുള്ള അമലുകളും പിടിച്ചു വീടുവാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉദവി ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളൊന്നും തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിലുള്ള രോഗത്തിന് എല്ലാം നീ പൂർണ്ണമായും ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സും നിന്റെ കരുണയും നിന്റെ പൊരുത്തവും നിന്റെ പൊറുക്കലും കൊടുക്കണേ റഹ്മാനേ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും സലാമത്തും സ്വർഗവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ട് അല്ലാ. അവരെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനേ. അവരെയെല്ലാം നീ സഹായിക്കണേ അല്ലാ. അവരെ ആരെയും നീ ഒരിക്കലും പരാജയപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ മക്കളിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. നല്ല മക്കളുകളാക്കി മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്നവരെയെല്ലാം നീ സഹായിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഇനിയും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവരും സഹായിക്കുന്നവരുമുണ്ട് റഹ്മാനേ. അവരെയെല്ലാം ഈ ദുആയിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് ജീവിച്ചു പോകാനും നീ ഞങ്ങൾക്കെല്ലാവർക്കും ഉദവി ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, പട്ടിണി പാവങ്ങളുണ്ട് റബ്ബേ. ഉപജീവനമില്ലാതെ വലയുന്നവരുണ്ട് റബ്ബേ. രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ. മറ്റ് ഇടങ്ങേറുകൾ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ. എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഉപജീവനത്തിനായി വിദേശത്ത് പോയി അല്ലാ രക്തം വെള്ളമാക്കുന്ന സഹോദരന്മാരുണ്ട് റബ്ബേ. അവരെയെല്ലാം നല്ല സമ്പാദ്യം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ഒരു പോറല് പോലും ഏൽക്കാതെ സന്തോഷത്തോടുകൂടി തിരിച്ച് നാട്ടിൽ വന്ന് മക്കളെയും എല്ലാവരെയും കാണാനും നീ അവർക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. ആരെയും കുറ്റം പറയാതെ, ആരുടെയും പരദൂഷണം പറയാതെ, പച്ചക്കള്ളം പറയാതെ, ഒരു തെറ്റുകളും ചെയ്യാതെ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുവാനും പൂർണ്ണമായ ഈമാനോടുകൂടി മരണപ്പെടുവാനും സ്വർഗത്തിൻ്റെ അവകാശിയായി മരിക്കുവാനും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ റഹ്മാനേ.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ ഹസദം മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ് ഫഅഫൂ വസ്ഫഹൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. അല്ലാഹു പറയുകയാണ്, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ. നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റിയെടുക്കുവാനാണ് വേദക്കാരിൽ മിക്കവരും ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനുമായി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ ഒരുപാട് പേര് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. ഇത് കണ്ട് സഹിക്കവയ്യാതെ അവിടുത്തെ ജൂതന്മാരും അവിടുത്തെ ബഹുദൈവ വിശ്വാസികളായ അറബികളും ഈ സത്യമതം ഉൾക്കൊണ്ടവരെ അവരെ പരിഹസിക്കാൻ തുടങ്ങുകയും അവരെ ആ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും അവർ തുടരുകയാണ്, അവരാഗ്രഹിക്കുകയാണ്. അവർ ഈ സത്യമതത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ വേണ്ടി അവർ പല കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു വ്യക്തമായി ഇവിടെ പറയുകയാണ്. വീണ്ടും അല്ലാഹു പറയുകയാണ്, ഹസദം മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. സത്യം വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും സ്വാർത്ഥപരമായ അസൂയ നിമിത്തമാണ് അവരാ നിലപാട് സ്വീകരിക്കുന്നത് കേട്ടോ. എന്ത്? സത്യം വ്യക്തമായി അവർക്ക് ബോധ്യപ്പെട്ടിട്ടും സ്വാർത്ഥപരമായ അസൂയ നിമിത്തമാണ് അവരാ നിലപാട് സ്വീകരിക്കുന്നത്. ആരാണ്? ആ ജൂതരും അറബികളിലുള്ള ബഹുദൈവ വിശ്വാസികളായ ആൾക്കാരും. വീണ്ടും അല്ലാഹു പറയുകയാണ്, ഫഅഫൂ വസ്ഫഹൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി. എന്നാൽ അവരുടെ കാര്യത്തിൽ അല്ലാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യണേ. അല്ലാഹു പറയുകയാണ്, എന്നാൽ അവരുടെ കാര്യത്തിൽ, ആരുടെ കാര്യത്തിലാണ്? ആ ജൂതരുടെയും ബഹുദൈവ വിശ്വാസികളായ അറബികളുടെയും കാര്യത്തിൽ അല്ലാഹു അവൻ്റെ കൽപ്പന കൊണ്ട് വരുന്നതുവരെ, ഓ സത്യമതം സ്വീകരിച്ചവരെ, നിങ്ങൾ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം കേട്ടോ. വീണ്ടും അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിസ്സംശയം അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. വീണ്ടും അല്ലാഹു അടുത്ത ആയത്തിൽ പറയുകയാണ്, വഅഖീമുസ്സലാത്ത്. നിങ്ങൾ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കണം കേട്ടോ.
സത്യമതം ഉൾക്കൊണ്ട അഥവാ ദീനുൽ ഇസ്ലാം പിൻപറ്റിയതായ മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയുകയാണ്, വാഖീമുസ്സലാത്ത, നമസ്കാരം മുറപ്രകാരം നിങ്ങൾ നിർവഹിക്കണം കേട്ടോ. വാതു സകാത്ത്, സകാത്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. വീണ്ടും അല്ലാഹു പറയുകയാണ്, നമസ്കാരം മുറപ്രകാരം നിങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം സക്കാത്ത് കൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ സ്വന്തം നന്മയ്ക്ക് വേണ്ടി പ്രത്യേകം മനസ്സിലാക്കണം എൻ്റെ പ്രിയമുള്ളവരെ. പരിശുദ്ധമായ ഖുർആനാണ്, ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. നിങ്ങളുടെ സ്വന്തം നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ വല്ല പുണ്യവും ചെയ്തു വെക്കുന്ന പക്ഷം അല്ലാഹുവിങ്കൽ നിന്ന് അത് നിങ്ങൾക്ക് കാണാം. വീണ്ടും അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു നോക്കിക്കാണുന്നുണ്ട് കേട്ടോ. അവനൊരിക്കലും അശ്രദ്ധനല്ല കേട്ടോ. അവൻ ഇതൊന്നും കാണാതിരിക്കുന്നില്ല. അവനെല്ലാം അറിയുന്നുണ്ട്, അവനെല്ലാം കേൾക്കുന്നുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്തെങ്കിലും ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യുന്നു എങ്കിൽ ആരെങ്കിലും സഹായിക്കുകയോ ഏതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുക്കുകയോ ഒരു നന്മ വാക്ക് പറയുകയോ എന്തെങ്കിലും നമ്മൾ നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിൽ നമസ്കരിക്കുകയോ നോമ്പ് പിടിക്കുകയോ തറാവീഹ് നിസ്കരിക്കുകയോ സലാത്ത് ചെല്ലുകയോ ദുആ ചെയ്യുകയോ എന്താണോ നമ്മൾ നന്മയായ പ്രവൃത്തി ചെയ്യുന്നത് അത് നമുക്ക് വേണ്ടി തന്നെയാണ് എന്ന് അള്ളാഹു പറയുകയാണ്. ആ ചെയ്ത നന്മ അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്, അത് നിങ്ങൾ ഒരു സമയത്ത് അത് കാണും എന്നാണ് അള്ളാഹു പറയുന്നത്. നന്മകൾ ഒരുപാട് ചെയ്യാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആലാപനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. നമ്മളെ ഈ തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക്, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതായ രോഗികൾക്ക്, മെഡിസിൻ മേടിക്കാൻ കഴിവില്ലാത്ത സാധുക്കളായ വെറും പാവപ്പെട്ടവരായ രോഗികൾക്ക് മെഡിസിൻ മേടിച്ചു കൊടുക്കുന്ന, അതുപോലെ മറ്റ് സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരുപാട് അപേക്ഷകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്കാണ് ഞങ്ങൾ മെഡിസിൻ മേടിച്ചു കൊണ്ടിരിക്കുന്നത്, മറ്റ് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ സ്ഥാപനത്തിൻ്റേതായ അക്കൗണ്ട് നമ്പരും എല്ലാം ഗൂഗിൾ പേയും ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഒക്കുന്നവർ സഹായിക്കാൻ സന്മനസ്സുള്ളവർ സഹായിക്കണം എന്നേ എനിക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ സഹായിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ആലാപനത്തിലേക്ക് പോവുകയാണ്. അല്ലാഹ് പറയുന്നു വിശ്വാസിയവരോട്, ജൂതരെ കാര്യവും പറയുന്നു വിശദമായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ് മുസൽമാന്മാരോട്, മുഅ്മിനീങ്ങളോട്, സത്യമതം അഥവാ ഇസ്ലാം മതം സ്വീകരിച്ചവരോട് പറയുകയാണ്. ആരുടെ കാര്യമാണ് പറയുന്നതെന്നറിയുമോ? ജൂതന്മാരുടെ കാര്യവും അതുപോലെ അറബികളിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികളായ അവൾക്കാരുടെ കാര്യവുമാണ് അല്ലാഹു പറയുന്നത്. അതിനെയും ഞാനുമേ നിങ്ങളെ മുന്നിലും പറയുന്നു കേൾക്കേണേ, മടിയൊന്നും കൂടാതെ ഖുർആനും പിൻപറ്റി സത്യവും ഉൾക്കൊണ്ട് ജീവിച്ചു പോകുന്ന മുഅ്മിനെ അവരെയും, പരിശുദ്ധമായ ഖുർആൻ പിൻപറ്റി ജീവിക്കുന്ന, ഇസ്ലാം മതം പിൻപറ്റി ജീവിക്കുന്ന, സത്യമതത്തെ ഉൾക്കൊണ്ട് അതിൻ്റെ ആദർശത്തെ, അതിൻ്റെ സത്യത്തെ ഉൾക്കൊണ്ട് ജീവിച്ചു പോകുന്ന മുഅ്മിനീങ്ങളോട്, മുസൽമാന്മാരോട്
നബിയോട് ഈ സത്യനിഷേധികളായ ആൾക്കാർ പറയുന്നുവത്രേ. എന്താണ് അവർ പറയുന്നത്, എന്താണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സത്യനിഷേധികൾ വേദക്കാർ പലരുമേ, അവരെ മനസ്സിലെ അസൂയകൾ കാരണം സത്യവും ഉൾക്കൊണ്ട ആൾക്കാരെ അവരുമേ സത്യനിഷേധികൾ ആക്കാനും തുനിയുന്നേ. ഈ വേദക്കാരിലുള്ള ആൾക്കാരും അറബികളിലുള്ള ബഹുദൈവ വിശ്വാസികളായ ആൾക്കാരും ഈ ജൂതന്മാരുമെല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചവരെ അതിൽ നിന്നും പിന്തിരിക്കാൻ തുടങ്ങുകയാണ്. കാരണം എന്താണെന്നറിയുമോ? ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഒരുപാട് ഒഴുകിയെത്തുകയാണ്. ഇത് കണ്ടിട്ട് ഇവർക്ക് അസൂയ തോന്നി, ഇവർക്ക് സഹിക്കുന്നില്ല. അങ്ങനെ ഇവർക്ക് അസൂയ തോന്നുകയാണ്. അങ്ങനെ ഇവരെ ഇതിൽ നിന്ന് പിന്തിരിക്കാനുള്ള ശ്രമങ്ങൾ ധൃതിയായി നടക്കുകയാണ്. ഇത് കണ്ട അല്ലാഹു പറയുകയാണ്, ഇത് കണ്ട അല്ലാഹു പറയുന്നു സത്യത്തെ ഉൾക്കൊണ്ട ജനത്തോട് പറയുന്നു, അല്ലാഹുവിൻ കൽപ്പന നടപ്പിലാക്കുമേ, അതുവരെ നിങ്ങളും പൊറുക്കണം, ക്ഷമിക്കണം. അസൂയ നിമിത്തം ബഹുദൈവ വിശ്വാസികളായ ആൾക്കാരും ജൂതന്മാരും ഇതാ മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയും അവരെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു നോക്കിക്കാണുകയാണ്. അങ്ങനെ നോക്കിക്കണ്ടതിന് ശേഷം അള്ളാഹു ഈ സത്യമതത്തിലേക്ക് വന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഇതാ ക്ഷമിക്കണം കേട്ടോ, നിങ്ങളിതാ പൊറുക്കണം കേട്ടോ, നിങ്ങൾ കുറച്ചു നാളൊന്ന് കാത്തിരിക്കണം കേട്ടോ. അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിൽ വരുത്തുന്നത് വരെ നിങ്ങളൊന്ന് ക്ഷമിക്കണേ മുസൽമാൻ, നിങ്ങളൊന്ന് പൊറുക്കണേ മുസൽമാൻ. അള്ളാഹു പറയുകയാണ്, അല്ലാഹു സർവത്ര ശക്തനും തന്നാണേ, അതിനാൽ ഭയക്കേണ്ടേ നിങ്ങളും എല്ലാത്തിനും കഴിവുള്ളവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. അല്ലാഹുവിൻ്റെ കൽപ്പന അവൻ നടപ്പിൽ വരുത്തുവോളം നിങ്ങളൊന്ന് ക്ഷമിക്കുകയും നിങ്ങളൊന്ന് പൊറുക്കുകയും ചെയ്യണേ സത്യവാന്മാരേ എന്ന് അല്ലാഹു സത്യമതം ഉൾക്കൊണ്ട മുസ്ലിമീങ്ങളോട് ഇതാ പരിശുദ്ധമായ ഖുർആനിൽ ഉണർത്തുകയാണ് കേട്ടോ. അല്ലാഹ് പറയുന്നു മുസൽമാന്മാരോട്, കൃത്യം ഇതാ നിങ്ങൾ നമസ്കരിക്കീം, കൊടുക്ക് ഇതാ നിങ്ങൾ സകാത്തും തന്നെ, പിശുക്കും ഇതാ നിങ്ങൾ കാട്ടിയിടല്ലേ. അള്ളാഹു പറയുകയാണ് മുസൽമാന്മാരോട്, നിങ്ങൾ യഥാവിധി മുറപ്രകാരം നമസ്കരിക്കണം കേട്ടോ. നിങ്ങൾ ഒരിക്കലും പിശുക്ക് കാണിക്കാതെ ധനം കുറഞ്ഞു പോകുമെന്ന് നിങ്ങൾ കരുതാതെ നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ അർഹരാണ് എങ്കിൽ നിങ്ങൾ സക്കാത്ത് കൊടുത്ത് വീടണം കേട്ടോ. സ്വന്തം ഇതാ നന്മ അതിന് വേണ്ടി പുണ്യം ഇതാ നിങ്ങൾ ചെയ്താൽ തന്നെ, സ്വന്തം നന്മകൾക്ക് വേണ്ടി, സ്വന്തം നഫ്സിന് വേണ്ടി, സ്വന്തം ശരീരത്തിന് വേണ്ടി, സ്വന്തം ആത്മാവിന് വേണ്ടി നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ കാണാം പ്രതിഫലം നിങ്ങൾക്കുമായി അല്ലാഹുവിങ്കൽ തന്നെയാണേ. നിങ്ങൾ ഏതൊരു നന്മ ചെയ്താലും അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ആ നന്മ അല്ലാഹുവിങ്കൽ നിങ്ങൾക്കത് കാണാവുന്നതാണ് കേട്ടോ. ആ നന്മ ഒരിക്കലും പാഴാവുകയില്ല കേട്ടോ. എല്ലാം അറിയുന്നു പടച്ച റബ്ബ്,
എല്ലാം ഇതാ കാണും ഇതാ അല്ലാഹു. എല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ്, എല്ലാം കാണുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ നന്മകൾ ചെയ്തോ. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചാൽ നിങ്ങൾ പൊറുത്തോ, നിങ്ങൾ ക്ഷമിച്ചോ. അല്ലാഹുവിൻ്റെ നിലപാട് വരുന്നതുവരെ പാപം പൊറുക്കേണേ റഹീമായോനേ, നന്മ ചൊരിയേണേ നമുക്കെല്ലാവർക്കും. അർഹമുർറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ അമലുകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നത്തെ ഞങ്ങളുടെ നോമ്പുകളെയും ബാക്കിയുള്ള എല്ലാ അമലുകളെയും നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളിൽ വന്ന പിഴവുകൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകൾ മറ്റു വല്ല കാര്യങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മനക്ലേശങ്ങളും സർവമാന ഷറുകളും മാറ്റിക്കൊടുക്കണേ അല്ലാ. ഇതിലെ വരിക്കാർക്കും ഇനി വരിക്കാരാകുന്ന എല്ലാവർക്കും നീ നിന്റെ സഹായങ്ങൾ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. നിന്റെ കാവൽ കൊടുക്കണേ അല്ലാ, നിന്റെ ഹിദായത്ത് കൊടുക്കണേ അല്ലാ, നിന്റെ സ്വർഗം കൊടുക്കണേ റഹ്മാൻ. അല്ലാഹുവേ, തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന സാധുക്കളായ പാവങ്ങളായ ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി ഒരുപാട് സഹായിക്കുന്നവരുണ്ട് റബ്ബേ. അവരെയെല്ലാം നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനി വരുന്ന പരിശുദ്ധമായ റമളാനിലെ എല്ലാ നോമ്പുകളും ബാക്കിയുള്ള എല്ലാ അമലുകളും ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. ഒരു ബുദ്ധിമുട്ടും നീ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ, ഒരു പ്രയാസവും നീ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരു മനക്ലേശവും നീ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. നോമ്പ് പിടിക്കാൻ നീ സന്തോഷവും സമാധാനവും അതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നീ ചെയ്തു തരണേ അല്ലാ, നീ ചെയ്തു തരണേ അല്ലാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വനഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني، اللهم ارحمنا يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. മുന്നത്തെ വീഡിയോകൾ കാണുന്നവർക്ക് വേണ്ടി തിബ്ബിൽ ഖുലൂബ് നിലമേൽ
തിബ്ബിൽ ഖുലൂബ് നിലമേൽ എന്ന യൂട്യൂബ് ചാനൽ അടിച്ചു നോക്കിയാൽ നമ്മുടെ എല്ലാ വീഡിയോകളും മുന്നത്തത് വരുന്നതാണ്. എല്ലാവർക്കും അത് കാണാം, അത് കേട്ട് പഠിക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ എല്ലാവരും നമ്മളെ രോഗികൾക്ക് വേണ്ടി സഹായിക്കണം. ഇൻഷാ അള്ളാ നാളെ 111 അധ്യായവുമായി നമുക്ക് ആയത്തുമായി കടന്നു വരാം. ഇൻഷാ അള്ളാ. അള്ളാഹു എല്ലാവർക്കും അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.